ആഭ്യന്തര വിപണികളുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളുടെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാറിനെ നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. നമുക്ക് ആദ്യം കൊമ്മോഡിറ്റിയെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ക്രൂഡിന്റെ ഒരു ട്രേഡിംഗ് നടക്കുന്നതെന്ന് പറയുന്നത് ബാരലിന് $78 എന്നുള്ളൊരു റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പ്രിയ, ക്രൂഡിന്റെ ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി സൈഡ് വേസ്. സോ ക്രൂഡിന്റെ കേസിൽ നമ്മൾ ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന്റെ കേസിൽ $76 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്ന് $76 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചതിനാൽ ക്രൂഡിന്റെ കേസിൽ ഒരു $3 മുതൽ $4 വർധനവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് വിൽ ബി അറൌണ്ട് 79-80 rupees. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് അല്പം റെസിസ്റ്റൻസ് പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്രൂഡിന്റെ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട $69 സപ്പോർട്ടായിരിക്കണം. $69 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബെയറിഷായി മാറും. ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 0.18% ഒരു ഇടിവാണ് പ്രകടമാകുന്നത്. ഔൺസിന് $2050.92 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ദർ ഇസ് എ സ്മോൾ ബുള്ളിഷ് സെറ്റപ്പ് ഇൻ ദ കേസ് ഓഫ് ഗോൾഡ്. സ്വർണത്തിന്റെ കേസിൽ $2068 ഔൺസിൽ ആ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. $2068 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിലെ അടുത്ത മേജർ റെസിസ്റ്റൻസ് $2100 അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് $2015 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വളരെ ഔട്ട് പെർഫോമൻസ് നടത്തിയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നുണ്ട്. സെൻസെക്സ് 759 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 73,327 എന്നൊരു നിലയിലും, നിഫ്റ്റിയെ സംബന്ധിച്ച് 203 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 22,097 എന്നൊരു നിലയിലുമായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഏറ്റവും മികച്ചൊരു ക്ലോസിംഗ് ലെവൽ തന്നെയാണ് രേഖപ്പെടുത്തിയതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ആഗോള പ്രവണതകൾക്കിടയിലും സെൻസെക്സിനെ സംബന്ധിച്ച് 73,402 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്കും, നിഫ്റ്റിയെ സംബന്ധിച്ച് 22,115.55 എന്നുള്ളൊരു പുതിയ റെക്കോർഡ് ഹൈയിലേക്കും കുതിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ സെഷനിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ IT സൂചിക നൽകിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പിന്തുണ തന്നെയാണ് കഴിഞ്ഞ സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിലും ബാങ്കിങ് സൂചികകളൊക്കെ തന്നെ ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം വിപണിയിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട മേജർ ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഫെഡറൽ ബാങ്ക്, HDFC ബാങ്കാണ് എടുത്തു പറയുന്നത്. HDFC ബാങ്കിന്റെ ഒക്കെ തന്നെ റിസൾട്ട് നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വിപണിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റിയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റിയിലെ നാച്ചുറലി അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റിയിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ ഫ്രം ദിസ് മൊമെന്റ് ഓൺവേർഡ്സ് 21,900 21,900 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അതിനുശേഷം മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 21,400 പോയിന്റിലാണ്. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഈ ഒരു സമയത്ത് നമുക്ക് മാർക്കറ്റിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് അടുത്ത മേജർ റെസിസ്റ്റൻസ് 22,300 പോയിന്റ് ലെവലിലായിരിക്കും. ആ ഒരു ലെവൽ എത്തുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. പ്രിയ, ഇപ്പോ IT സെക്ടറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ബട്ട് IT സ്റ്റോക്സിന്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് IT സെക്ടറും IT ഇൻഡെക്സും ഒക്കെ തന്നെ ഓപ്പൺ ചെയ്തെങ്കിലും ആ ഒരു ഗെയിൻസ് നിലനിർത്താൻ സാധിച്ചില്ല. സോ IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് വാസ് അറൌണ്ട് 38,000 പോയിന്റ്സ്. ആൻഡ് ഇന്നലത്തെ ഹയസ്റ്റ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 37,929 പോയിന്റ് ആയിരുന്നു. ആ ഒരു ലെവല് നിഫ്റ്റി IT ഇൻഡെക്സിന് എളുപ്പത്തിന് ഇപ്പൊ ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അൺലെസ് ആൻഡ് അൺടിൽ ഒരു റൗണ്ട് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കണം. സോ നമ്മളിപ്പോ TCS ആകട്ടെ, ലാസ്റ്റ് ടു ബ്രോ
മൈൻട്രി ആകട്ടെ, ലാർസൻ ആൻഡ് ടൂബ്രോ ടെക്നോളജി സർവീസസ് ആകട്ടെ, എംഫസിസ് ആകട്ടെ, എല്ലാ സ്റ്റോക്സിലും ദർ ഇസ് എ ഗുഡ് പോസിബിലിറ്റി ദാറ്റ് പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നല്ലെങ്കിൽ നാളെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സോ IT മേഖലയിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഇന്ന് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നിഫ്റ്റി ബാങ്കിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം 448 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 48,158 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ 48,248 എന്ന റേഞ്ചിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചിട്ടുമുണ്ട്. പ്രധാനമായിട്ടുള്ള HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഇന്നിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാനിരിക്കെ ഈ ഒരു ഓഹരികളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്കിന് കറന്റ് ലെവൽസ് വിച്ച് ഇസ് അറൌണ്ട് 48,200, 48,200 മുതൽ 48,700 ഈ ഒരു റേഞ്ചിൽ ദർ ഇസ് ഡെഫിനറ്റ്ലി എ ലോട്ട് ഓഫ് റെസിസ്റ്റൻസ്. ഇത് എന്തുകൊണ്ടാണ് ഈ ലെവലിൽ റെസിസ്റ്റൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഡിസംബർ മാസത്തിൽ നമുക്ക് നൽകിയ ഓൾ ടൈം ഹൈ 48,636 പോയിന്റ് ആയിരുന്നു. സോ ഈ ഒരു ലെവൽ എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നുമില്ല. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ബി വെരി വെരി കെയർഫുൾ. പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ HDFC ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ഒരു പ്രിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അനലിസ്റ്റുകളൊക്കെ ഒരു എക്സ്പെക്ടേഷൻസ് ഒരു 5% ഒരു സീക്വൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഉണ്ടാവുക എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾക്കൊക്കെ തന്നെ ഉള്ളത്. പ്രധാനമായിട്ട് അവർ പറയുകയാണെങ്കിൽ അഡ്വാൻസിലും ഒപ്പം തന്നെ ഡിപ്പോസിറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വളർച്ച ഇതിന് സഹായിക്കുമെന്ന് കണക്കാക്കുന്നുണ്ട്. എങ്കിൽ പോലും നെറ്റ് പ്രോഫിറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ട് തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ അനലിസ്റ്റുകളുടെ ഒരു അഭിപ്രായ പ്രകാരം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 5% ഒരു മുന്നേറ്റത്തിൽ 28,846 കോടി രൂപയിൽ നിന്നും 27,355 കോടി രൂപയിൽ നിന്നും 28,846 കോടി രൂപയായിട്ട് ഉയരാനുള്ള സാധ്യതകളൊക്കെ തന്നെ അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ നോക്കുമ്പോൾ 15,910 എന്ന റേഞ്ചിൽ കോടി രൂപ എന്നുള്ള റേഞ്ചിലായിരിക്കും രേഖപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സാറിന്റെ ഒരു ഇന്നിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാനിരിക്കെ എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ആണുള്ളത്? HDFC ബാങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? HDFC ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ 17,720 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. നാച്ചുറലി ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1,590 രൂപ. 1,590 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം വോളറ്റിലിറ്റി ഉണ്ടാകും. ലെറ്റ് us live with that. അപ്പം കഴിഞ്ഞ ഒരു സെഷനിൽ നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്കുകൾ ഒരു 500-ലധികം സ്റ്റോക്കുകളെ സംബന്ധിച്ച് 52 ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വിപ്രോ ആണെങ്കിലും IRFC, ഇർകോൺ, MRPL, RVNL മുതലായിട്ടുള്ള ധാരാളം സ്റ്റോക്കുകൾക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടൊരു ഓഹരി തന്നെയായിരുന്നു ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം 19% നേട്ടത്തിലായിരുന്നു ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി ആണെങ്കിലും മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണിത്. ഇതിന്റെ ഒരു പോസിറ്റീവ് വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന്റെ മാർജിൻ ഓൾമോസ്റ്റ് ഒരു 4% വർദ്ധിച്ചിട്ടുണ്ട്. കമ്പനിക്ക് ROA നോക്കുകയാണെങ്കിലും കഴിഞ്ഞൊരു 3% ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കമ്പനിയുടെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ് വളരെ കുറവാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിലും അത്ര തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടില്ല. ഓപ്പറേറ്റിംഗ് ഇൻകം ഗ്രോത്ത് നോക്കുകയാണെങ്കിലും ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനി നൽകിയിരിക്കുന്നത്. മാത്രമല്ല കമ്പനിയുടെ കണ്ടിജൻസ് ലയബിലിറ്റീസ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിലെ സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു.
ഈ സ്റ്റോക്കിന്റെ മുന്നിൽ ഒരേ ഒരു റെസിസ്റ്റൻസേ കാണുന്നുള്ളൂ, അതിന്റെ ഒരു ഓൾ ടൈം ഹൈ നിലവിൽ കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് അറൌണ്ട് 180, 180-183 ഈ ഒരു റേഞ്ചിലാണ് കാണുന്നത്. സോ നമ്മുടെ കൈവശം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് കണ്ടിന്യൂ ടു ഹോൾഡ് ഇറ്റ്. ബട്ട് ഈ 182 രൂപ എത്തുമ്പോഴേക്കും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് നല്ല ചാൻസസും കാണുന്നുണ്ട്. സോ പ്രിയ ചൂണ്ടിക്കാണിച്ചതുപോലെ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ ആ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക. പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 20% ഓഫ് റിട്ടേൺ നൽകിയിട്ടുള്ള ഹുഡ്കോയെ സംബന്ധിച്ചും 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു സെഷനിലും 4.78% ഒരു നേട്ടത്തിൽ 132 രൂപ 70 പൈസ എന്ന റേഞ്ചിലായിരുന്നു കമ്പനി വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ അടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് ഗുജറാത്ത് സർക്കാരുമായിട്ട് ഓൾമോസ്റ്റ് ഒരു 14,500 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ വെച്ചതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമൊക്കെ കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള സെഷനുകളിലും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഹുഡ്കോയുടെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നവംബർ മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ വലിയൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വലിയ പുതിയ ഉയരങ്ങൾ താണ്ടി തന്നെയാണ് ഈ ഒരു ഓഹരി മുന്നോട്ട് പോകുന്നത്. ഈ ഓഹരി കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകർ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഹഡ്കോയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഡിസംബർ മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 138 രൂപയ്ക്ക് അടുത്തായിരുന്നു. ആൻഡ് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് ഇസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ്. കൈവശം നമ്മുടെ ഷെയർസ് ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. 3 മേജർ ടാർഗറ്റ്സ് ആണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. 142, 147, 152. 152ന്റെ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സ്റ്റോക്കിന് 160 രൂപ വരെ നേട്ടം നൽകാൻ ചാൻസും കാണുന്നുണ്ട്. സ്റ്റോക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 122 രൂപയായിരിക്കും. 122ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഒപ്പം പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ജിയോ ഫിനാൻഷ്യൽ സർവീസസ് അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 293 കോടി രൂപയായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ട് മുൻപുള്ള ക്വാർട്ടറിൽ അവർ 668 കോടി രൂപയായിട്ടായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിലും 269 കോടി രൂപയായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോഴും 414 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയത്. വരുമാനത്തിലേക്ക് നോക്കുമ്പോഴും 413 കോടി രൂപയായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ജിയോ ഫൈനാൻസിൽ എന്റെ എക്സ്പെക്ടേഷനേക്കാൾ കുറവായിരുന്നു ഫൈനാൻഷ്യൽ പെർഫോമൻസ്. ബട്ട് എങ്കിൽ പോലും ഇന്നലെ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും സ്റ്റോക്കിന് പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്താൻ സാധിച്ചു. ബട്ട് വാട്ട് ഈസ് likely going to happen എന്താ നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു റിസൾട്ട് അത്ര മികച്ച അല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയ. ആദ്യത്തത് 255. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 245. ഒപ്പം ഇന്നിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാന കമ്പനി എന്ന് പറയുന്നത് ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് ആണ്. കമ്പനിയാണ് അവരുടെ ഒരു റിസൾട്ടുകൾ റിലീസ് ചെയ്യാനിരിക്കുന്നത്. അവരുടെ ഒരു എക്സ്പെക്ടേഷൻസിലേക്ക് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ ഒരു 507 കോടി രൂപയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 44% വർധനവ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്തിരിക്കുന്നത്. ICICI ലൊംബാർഡിലുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 3-4 സെഷൻസിലുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും HDFC ലൈഫ്, ICICI പ്രൊഡൻഷ്യൽ, ICICI ലൊംബാർഡ് മുതലായ പ്രൈവറ്റ് ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ്, ഇതിൽ എല്ലാത്തിലും ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ SBI ലൈഫ് ഇൻഷുറൻസ് ഒഴികെ മറ്റെല്ലാ സ്റ്റോക്സിന്റെയും ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺ ബെയറിഷ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോക്കിലൊക്കെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. പേഴ്സണലി ഐ തിങ്ക് വി ഷുഡ് സെൽ ദീസ് ഷെയർസ് ആൻഡ് വെയിറ്റ്.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ 1410 രൂപയുടെ സപ്പോർട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ SBI ലൈഫ് ഇൻഷുറൻസിന്റെയും ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഒപ്പം തന്നെ മറ്റൊരു ഓഹരി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വോഡഫോൺ ഐഡിയയെ സംബന്ധിച്ചാണ്. വോഡഫോൺ ഐഡിയയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 3% ഒരു നേട്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. എങ്കിലും 16 രൂപ 45 പൈസ എന്ന റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു പെർഫോമൻസ് കഴിഞ്ഞൊരു 1 വീക്കിൽ നോക്കുമ്പോഴും കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് നടത്തിയിട്ടില്ലെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വോഡഫോൺ ഐഡിയയിലുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? വോഡഫോൺ ഐഡിയ ഫൈനാൻഷ്യലി ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരിക്കലും ഇതിന് ഒരു ബൈ റെക്കമെൻഡേഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. എങ്കിലും ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈങ് കഴിഞ്ഞ 2 മാസമായിട്ട് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു പ്യുവർ ട്രേഡിങ്ങിന് വേണ്ടി ഒരു അവസരം നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 16 രൂപ 90 പൈസ ആയിരിക്കണം. 16 രൂപ 90 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത 3-4 റെസിസ്റ്റൻസ് ലെവൽസ്, ആദ്യത്തേത് 17 രൂപ 50 പൈസ, അതിനെ തുടർന്ന് 18 രൂപ 25 പൈസ, 18 രൂപ 75 പൈസ ആൻഡ് ഫൈനലി 19 രൂപ 50 പൈസ. ആൻഡ് അങ്ങനെ നമ്മളൊരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 15 രൂപ 40 പൈസ നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക.